ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. നാളികേര ഉൽപ്പാദനവും തൊണ്ട് സംഭരണവും മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്ത് തെങ്ങിൻ തോപ്പുകൾ ഒരുക്കാനൊരുങ്ങി കയർ കോർപ്പറേഷൻ. ചേർത്തല കണിച്ചുകുളങ്ങരയിൽ 1000 തെങ്ങുകൾ നട്ട് പദ്ധതിക്ക് തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ നാളികേരാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് പദ്ധതി ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും തൊണ്ട് സംഭരണം ശാസ്ത്രീയമാക്കാനും ലക്ഷ്യമിട്ട് കയർ കോർപ്പറേഷൻ പുതിയ പദ്ധതിയുമായി രംഗത്ത്. ചേർത്തല കണിച്ചുകുളങ്ങരയിലെ കോർപ്പറേഷൻ വക സ്ഥലത്ത് 1000 തെങ്ങുകൾ നട്ടാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. 30 ലക്ഷം രൂപ ചെലവിട്ട കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എന്നാൽ നടത്തിപ്പിന്റെ മുഴുവൻ ചുമതലയും കയർ കോർപ്പറേഷനാകും. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി, ദിണ്ടിഗൽ മേഖലകളിലെ മാതൃകയിൽ ഒരുക്കുന്ന തെങ്ങിൻ തോപ്പുകൾ നന്തോപ്പുകൾ പോലെ കള്ളുൽപാദനത്തിനും ഉപയോഗിക്കാനാകും. റവന്യൂ പുറമ്പോക്കുകൾ, തീരദേശത്തെ സർക്കാർ ഭൂമികൾ, പാട്ടത്തിനെടുക്കാവുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. അത്യുൽപാദന ശേഷിയുള്ളതും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിളവെടുക്കാവുന്നതുമായ കുറിയ ഇനം തെങ്ങുകളാണ് പദ്ധതിയിൽ നട്ടുപിടിപ്പിക്കുന്നത്. 3-4 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന ഈ ഇനങ്ങളിൽ കയറാതെ തന്നെ തേങ്ങ വെട്ടാൻ കഴിയുന്നതിനാൽ കൂലിച്ചെലവും കുറയും. ഒരു തെങ്ങിൽ നിന്ന് പരമാവധി 100 തേങ്ങകൾ വരെ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ലഭിക്കുന്ന പച്ചത്തൊണ്ടും തേങ്ങയും കയർ കോർപ്പറേഷൻ തന്നെ സംഭരിക്കും. പച്ചത്തൊണ്ട് ചകിരി സംസ്കരണത്തിനായി നൽകും. തേങ്ങ സഹകരണ സംഘങ്ങൾക്കും കേരഫെഡിനും വെളിച്ചെണ്ണ ഉൽപ്പാദനത്തിനായി കൈമാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓറഞ്ചും ആപ്പിളും പൈനാപ്പിളും ഉൾപ്പെടെ മിക്ക പഴവർഗ്ഗങ്ങളും വിപണിയിൽ ഉപഭോക്താക്കളുടെ കീശ കാലിയാക്കുകയാണ്. ലഭ്യത കുറഞ്ഞതോടെ പഴങ്ങളുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് കിലോഗ്രാമിന് 50 മുതൽ 100 രൂപ വരെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ വിൽപ്പനയിൽ മുന്നിലുള്ള ആപ്പിളിന് തരമനുസരിച്ച് കിലോയ്ക്ക് 220 രൂപ മുതൽ 290 രൂപ വരെ വിലയുണ്ട്. 2025 ജനുവരിയിൽ കിലോയ്ക്ക് 100 രൂപയായിരുന്നു വില. വിപണിയിൽ ഓറഞ്ച് കിലോയ്ക്ക് 100 രൂപ മുതൽ 110 രൂപ വരെ വിലയെത്തി. മുൻവർഷം ഇതേ മാസത്തേക്കാൾ 50 രൂപ അധികമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ കിലോയ്ക്ക് 15 രൂപയുണ്ടായിരുന്ന തണ്ണിമത്തൻ വില കിലോയ്ക്ക് 40 രൂപ മുതൽ 45 രൂപ വരെ എത്തി. പേരയ്ക്ക് കിലോയ്ക്ക് 110 രൂപ മുതൽ 120 രൂപ വരെയാണ് വില. മുന്തിരി കുരുവില്ലാത്തത് 220 രൂപ, മുന്തിയിനം മാതളം 200 രൂപ എന്നിങ്ങനെയാണ് വില. വിപണിയിൽ മറ്റു പഴങ്ങളുടെ വരവ് കുറഞ്ഞത് പൈനാപ്പിൾ വിലയും ഉയർത്തിയിട്ടുണ്ട്. മറ്റു പഴങ്ങൾക്ക് വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ പൈനാപ്പിളിന് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 50 രൂപയിലെത്തി വില. 2025 ജനുവരിയിൽ കിലോയ്ക്ക് 40 രൂപയിൽ താഴെയായിരുന്നു വില. നിലവിലെ വില വർധന ജനുവരി പകുതി വരെ തുടരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ നാളികേര വില കുറഞ്ഞെങ്കിലും മറ്റൊന്നിന് വിപണിയിൽ മൂല്യം കൂടുകയാണ്. കവുങ്ങാണിപ്പോൾ വിപണിയിലെ താരം. വ്യാവസായിക ആവശ്യങ്ങളിൽ അടയ്ക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. വിപണിയിൽ ഡിമാൻഡ് കൂടിയതോടെ അടയ്ക്ക കർഷകരും സന്തോഷത്തിലാണ്. വിപണിയിൽ അടയ്ക്ക വില 510 രൂപയിലെത്തി. കഴിഞ്ഞ സീസണിൽ കിലോയ്ക്ക് 450 രൂപ വരെ ഉയർന്ന വില പിന്നീട് കൂപ്പുകുത്തുകയായിരുന്നു. നിലവിൽ മേൽത്തരം പഴയ കൊട്ടടയ്ക്കയ്ക്ക് കിലോയ്ക്ക് 100 രൂപ വരെ കൂടിയിട്ടുണ്ട്. പുതിയ അടയ്ക്കയുടെ വില കിൻഡലിന് 40,000-നും 50,000 രൂപയ്ക്കും ഇടയിലാണ്. കിലോയ്ക്ക് 400 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നു. മികച്ച വിലയുണ്ടെങ്കിലും ഉൽപാദനക്കുറവിൽ വിലയുടെ മെച്ചം കർഷകർക്ക് ലഭിക്കുന്നില്ല. ഈ വർഷത്തെ തുടർച്ചയായ മഴയും രോഗബാധയും കാരണം തോട്ടങ്ങളിൽ നല്ല തോതിൽ കായ്കൊഴിച്ചിലായിരുന്നു. മാസങ്ങളോളം തുടർന്ന മഴയായിരുന്നു പ്രധാന കാരണം. പലയിടത്തും തോട്ടങ്ങൾ പാട്ടത്തിനെടുക്കാൻ ആളില്ലായിരുന്നു. പൈങ്ങയ്ക്ക് ഇത്തവണ നല്ല വിലയുണ്ടെങ്കിലും ലഭ്യത കുറവാണ്. കിൻഡലിന് 17,500 രൂപയാണ് ഇപ്പോഴത്തെ വിപണി വില. വലിയൊരു വാർഷിക വരുമാനമായിരുന്നു കർഷകർക്ക് കമുകിൽ നിന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഞ്ഞളിപ്പ് രോഗം വ്യാപിച്ചതോടെ കൃഷി വളരെ കുറഞ്ഞു. ഈ വർഷം ശമനമില്ലാത്ത മഴയെ തുടർന്ന് രോഗമില്ലാത്ത കമുകിൽ നിന്ന് പോലും അടയ്ക്ക ലഭിക്കാത്ത അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.